ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവദേ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും तं നമാമി സദ്ഗുരും तं നമാമി. അടുത്തതായി സ്വാഗത പ്രസംഗത്തിന് ശ്രീ അഞ്ജൻ കൃഷ്ണയെ വേദിയിലിരിക്കുന്ന അധ്യക്ഷൻ, ഈ ആശ്രമത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ശൂരാകൃഷ്ണൻ നമ്പൂരി, ഇന്ന് ഉദ്ഘാടനത്തിലെത്തിയ നമ്മുടെ ഡോക്ടർ കെ മോഹനകുട്ടി ടീച്ചർ, ആശംസ അർപ്പിക്കാനെത്തിയ നമ്മുടെ കൾച്ചറൽ സൊസൈറ്റി സെക്രട്ടറി ശ്രീ എ ചന്ദ്രശേഖർ, ശ്രീ ആയാങ്കുടി മണിസാർ, ശ്രീ ഈശ്വരവർമ്മ സാർ, കച്ചേരി വായിക്കാൻ ഇവിടെ വന്ന ഡോക്ടർ കശ്യപ് മഹേഷ്, ശ്രീ ആവണീശ്വരൻ മിസ്റ്റർ വിനു, ശ്രീ ചങ്ങനാശ്ശേരി വി ഹരികുമാർ ചേട്ടൻ, ശ്രീ തൃപ്പൂണിത്തുറ രാധാകൃഷ്ണൻ ചേട്ടൻ, എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. അതുപോലെ ഒരു ഓഡിയൻസ് എത്തിയിരിക്കുന്ന എല്ലാ ഗുരുജനങ്ങൾക്കും നമസ്കാരം. സ്വാഗതം അർപ്പിക്കുക എന്നുള്ളൊരു കർത്തവ്യമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് രണ്ട് വാക്ക്. ഇപ്പോൾ കഴിഞ്ഞ അഭേദാനന്ദ സംഗീതോത്സവം ഇവിടെ 32ാമത്തെ വർഷമാണ് നടക്കുന്നത്. 32 വർഷമായിട്ട് ഇവിടെ നടക്കുകയാണ്. അതിന് കാരണക്കാരായിട്ടുള്ള രണ്ട് വ്യക്തികൾ, ഒന്ന് നമ്മുടെ മുൻ സെക്രട്ടറി വിജയപ്പൻ നായർ സാർ, ഇവിടുത്തെ സാറ് ഒരു ഉത്സവ സമയത്ത് ഒരു കച്ചേരി നടത്തി തരണം എന്നും പറഞ്ഞുകൊണ്ട് മാവേലിക്കര SR രാജസ്ഥാൻ്റെ വീട്ടിൽ പോയി. സാറ് പറയും ഒരാഴ്ച നമുക്ക് നടത്താം, ഉത്സവത്തിന് മൊത്തം നടത്താം, ആശ്രമത്തിൽ ഒരെണ്ണമായിട്ട് നടത്താൻ പാടില്ല, സ്വാമിജിയുടെ കാര്യമാണ് എന്നും പറഞ്ഞ് തുടങ്ങിയതാണ്. ഇപ്പോൾ അത് 32 വർഷമായിട്ട് ഇവിടെ നടക്കുകയാണ് അഭേദാനന്ദ സംഗീതോത്സവം. അപ്പോൾ ഈ രണ്ട് വ്യക്തികളെയും ഈ സമയത്ത് ഒന്ന് സ്മരിക്കണം. അതാണിപ്പം. അത് കഴിഞ്ഞിട്ട് രാഘവാനേട്ടൻ വന്നിങ്ങനെ പറഞ്ഞ് സഭ തുടങ്ങണം എന്ന് കുറച്ച് ദിവസമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. ചേട്ടനും ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അതിങ്ങനെ നടന്ന് നീന്നുപോയി. സ്വാമിജി 1970 ഇവിടെ രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുകയാണ് സഭയും കാര്യങ്ങളുമൊക്കെ. ഇനി നടക്കും എന്നുള്ളൊരു തീരുമാനത്തിലായിരിക്കും അദ്ദേഹം ചെയ്തത്. അതിപ്പം പിന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എല്ലാവരും കൂടെ മീറ്റിംഗ് കൂടി കഴിഞ്ഞ 2023 ജൂൺ മാസം 30-ാം തീയതി നമ്മുടെ സഭയുടെ ഇനാഗുറേഷൻ ഇവിടെ നടത്തി. അതിൻ്റെ ഒരു വർഷം തികയാണ്. അതിൽ ഒരു വർഷവും കൃത്യമായ രീതിയിലൂടെ പ്രോഗ്രാം നടന്നു പോകുന്നുണ്ട്. ഒരു കുഴപ്പമില്ലാതെ വളരെ കൃത്യമായിട്ട് പ്രോഗ്രാം നടന്നു പോകുന്നു. ഇതിനിടയ്ക്ക് നമ്മളൊരു പഞ്ചരത്ന കീർത്തനം, ഒരു വെറൈറ്റി ആയിട്ട് ഒരു പഞ്ചരത്ന കീർത്തനം നടത്തി, ഡാൻസ് പ്രോഗ്രാം നടത്തി. ഇങ്ങനെ എല്ലാ കൾച്ചറൽ പ്രോഗ്രാംസ് എല്ലാം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. വീണ്ടും എല്ലാ വർഷവും ഇനി നടത്താനായിട്ട് ഭഗവാന്റെ അനുഗ്രഹം, ഗുരുദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകും. തീർച്ചയായിട്ടും നടക്കും എന്ന് നമുക്ക് ഉറപ്പുണ്ട്. ഇനി ഇന്ന് ഈ കർത്തവ്യത്തിലോട്ട് കിടക്കുകയാണ്. ഇന്ന് നമ്മുടെ യോഗത്തിന് അധ്യക്ഷനായിട്ടിരിക്കുന്ന നമ്മുടെ ആശ്രമത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ചൂഴാൽ കൃഷ്ണൻ തിരുമേനിയെ ഞാൻ അഭേദാനന്ദ സംഗീത സഭയുടെയും എൻ്റെ സ്വന്തം പേരിലും സ്വാഗതം ചെയ്യുന്നു. അടുത്തത് ഇന്ന് ഉദ്ഘാടനത്തിനെത്തിയ ഓമനക്കുട്ടി ടീച്ചറാണെങ്കിൽ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. ഉദ്ഘാടനത്തിന് വന്നിരുന്നു. ടീച്ചറാണ് ആദ്യത്തെ മെമ്പർഷിപ്പ് ഉദ്ഘാടനം ചെയ്തത്. അതല്ല, ഇപ്രാവശ്യം ടീച്ചറാണ് ചെയ്തത്. ടീച്ചറാണ് ആദ്യം പൈസ തന്നത്. അതുപോലെ ടീച്ചർ ഇവിടെ
ആ സ്വാമിജി ഉള്ള കാലം മുതലേ ഒരുപാട് ബന്ധമാണ് ടീച്ചറിനോട്. ഒരു പ്രാവശ്യം പാടിയിട്ടുണ്ട്. നമ്മൾ എപ്പോഴെന്ത് ആശ്രമത്തിൻ്റെ കാര്യത്തിന് പോയാലും ടീച്ചർ നമ്മുടെ കൂടെ ഉണ്ട്. ഇന്നും ടീച്ചർ നമ്മൾ പോയ ഉടനെ വരാമെന്ന് പറഞ്ഞു വന്നു. അതിന് വളരെ സന്തോഷം. ടീച്ചറിനും അഭേദാനന്ദ സംഗീത സഭയുടെയും എൻ്റെ സ്വന്തം പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി ആശംസ അർപ്പിക്കാനെത്തിയ നമ്മുടെ അഭേദാനന്ദ സഭയുടെ കൾച്ചറൽ സൊസൈറ്റിയുടെ സെക്രട്ടറി ശ്രീ എ ചന്ദ്രശേഖർ ചേട്ടൻ. അദ്ദേഹവും നമ്മുടെ എല്ലാ കാര്യത്തിനും ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിനെയും അഭേദാനന്ദ സംഗീത സഭയുടെയും എൻ്റെ സ്വന്തം പേരിലും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് ശ്രീ ആയാങ്കുടി മണി സാറ് എല്ലാ മാസവും നമ്മുടെ പ്രോഗ്രാമിൽ വരാറുണ്ട്. പിന്നെ എന്ത് കാര്യത്തിന് വിളിച്ചാലും സാറ് വരും. നമ്മുടെ പഞ്ചരത്നം കൃതനത്തിന് അന്ന് അപ്പുറത്ത് സഭയിൽ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ സാർ ഒരുപാട് സൗകര്യമൊക്കെ ചെയ്തു തന്നു. പിന്നെ എല്ലാ കാര്യത്തിനും സാർ നമ്മുടെ കൂടെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ സാറ് ഉത്സവത്തിന് പാടി, രമണവർഷിണിയൊക്കെ പാടി, മഴയൊക്കെ പെയ്തു. നല്ലൊരു ഇതായിരുന്നു. അങ്ങനെ സാറും ഇന്ന് വരാമെന്ന് സമ്മതിച്ചു. സാറിനും അഭേദാനന്ദ സംഗീത സഭയുടെയും എൻ്റെ സ്വന്തം പേരിലും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇനി അടുത്തതായി ഈശ്വരോർമ്മ സാറ് അതുപോലെ തന്നെ സാറ് എപ്പോഴും ആശ്രമത്തിൻ്റെ കാര്യത്തിന് വിളിച്ചാലും സാർ ഇവിടെ ഉണ്ട്. ഇന്നും സാറ് നാളെ തൃപ്പൂണിത്തുറ എവിടെ പോകണമെന്ന് ആദ്യം പറഞ്ഞു. എന്നാലും ഞാൻ പറഞ്ഞില്ല, ഞാൻ വന്നിട്ട് പിന്നെ പൊക്കോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ 32 വർഷവും സാർ എനിക്ക് ഇവിടെ സംഗീതോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. സാർ 32 വർഷം ഇവിടെ വായിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് തോന്നുന്നത്. അപ്പോൾ സാറിനും അഭേദാനന്ദ സംഗീത സഭയുടെയും എൻ്റെ സ്വന്തം പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇവിടെ കച്ചേരി പാടാനെത്തിയ ഡോക്ടർ കശ്യപ് മഹേഷ്, അദ്ദേഹത്തിനും അഭേദാനന്ദ സംഗീത സഭയുടെയും എൻ്റെ സ്വന്തം പേരിലും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വയലിൻ വായിക്കാനെത്തിയ രാമേശ്വരം SR വിനുവിനും എൻ്റെ അഭേദാനന്ദ സംഗീത സഭയുടെയും എൻ്റെ സ്വന്തം പേരിലും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ചങ്ങനാശ്ശേരി ഹരികുമാർ ചേട്ടനും ഒരു വിളിച്ചപ്പോഴേ ഞാൻ വരാമെന്ന് പറഞ്ഞു. വളരെ സന്തോഷം. ചേട്ടനും നമ്മുടെ അഭേദാനന്ദ സംഗീത സഭയുടെയും എൻ്റെ സ്വന്തം പേരിലും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. രാധാകൃഷ്ണൻ ചേട്ടനെയും ഫോൺ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ വരാം, തീർച്ചയായിട്ടും വരും, പഴയ അഭേദാനന്ദ ആശ്രമമല്ലേ എന്ന് ചോദിച്ചു. അത് തന്നെയാണെന്ന് പറഞ്ഞു. വന്നു. വളരെ സന്തോഷം. ചേട്ടനും അഭേദാനന്ദ സംഗീത സഭയുടെയും എൻ്റെ സ്വന്തം പേരിലും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ ഇവിടെ എത്തിയ എല്ലാ ഗുരുജനങ്ങൾക്കും അഭേദാനന്ദ സംഗീത സഭയുടെയും എൻ്റെ സ്വന്തം പേരിലും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീ സദ്ഗുരുഭ്യോ നമ. നാമപ്രചരണാചാര്യം ലോകാനുഗ്രഹകാതരം രാധാകൃഷ്ണപ്രിയം വന്ദേ അഭേദാനന്ദ സദ്ഗുരും. അഭേദാനന്ദ സംഗീത ഉത്സവം ആരംഭിച്ചിട്ട് എത്രയോ വർഷങ്ങളായി. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു 10-40 ദിവസത്തെ കച്ചേരി ഉണ്ടായിരുന്നു. അന്ന് കൂത്താക്കുളം വിഷ്ണു നമ്പൂരിൽ ഒരു പിടിച്ച് ഇവിടെ താമസിച്ചിരുന്നു. അദ്ദേഹവും ഞാനും കൂടെ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ പ്രഭായ സ്വാമി പറഞ്ഞ് കാറെടുത്ത് CS കൃഷ്ണയ്യർ, പുതുക്കോട് കൃഷ്ണമൂർത്തി, MG രാധാകൃഷ്ണൻ, നെയ്യാറ്റിൻകര വാസി, എത്രയോ കച്ചേരികൾ. സ്വാമിക്ക് സംഗീതം എന്ന് പറഞ്ഞാൽ അത്രയും ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയും വർഷം കൊണ്ട് ഇത്രയും സംഗീത കച്ചേരികളും അത് തുടർന്നു പോകുന്നതും ഇപ്പോൾ കൾച്ചറൽ സൊസൈറ്റി അതിൻ്റെ ചുമത ഏറ്റെടുത്ത് വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടുപോകുന്നു. അതിലും കൂടാതെ എൻ്റെ അച്ഛനും സ്വാമിജിയും കൂടെ തന്നെ നമ്മുടെ നാട്ടിലെ കഥകളി സംഗീതം ഓരോ സ്ഥലങ്ങളിലെ ആളുകളെ പഠിപ്പിച്ച് ഓരോ ഗൃഹസ്ഥന്മാരുടെ വീട്ടിൽ കഥകളി നടത്തിയിട്ടുണ്ട്. അച്ഛൻ കൂടെ ഇങ്ങനെ പാടാൻ പോയിട്ടുണ്ട്. ഇങ്ങനെ ചെറുപ്പകാലം മുതൽ ഗുരുദേവനുമായിട്ടുള്ളൊരു ബന്ധം. പിന്നെ കുറച്ച് ഗുരുദേവനായിട്ട് പല വചനം വായിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. കുറേ കാലം കൂടെ പല സ്ഥലത്തും പോയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ടച്ചൊക്കെ വിട്ടുപോയി. പക്ഷേ ഇപ്പോൾ എല്ലാവരും കൂടെ ഇങ്ങനെ ഒരു സ്ഥാനം തന്നു. അപ്പോൾ അതും ഗുരുനാഥൻ്റെ അനുഗ്രഹമാണ്. ഭഗവാന്റെയും ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ട് മേൽക്കുമേൽ നല്ല രീതിയിൽ നടക്കാൻ ഭഗവാൻ ഗുരുദേവനും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഭഗവാന്റെയും ഗുരുനാഥൻ്റെയും പാദങ്ങളിൽ സമർപ്പിച്ചുകൊള്ളുന്നു. ലോകാ സമസ്ത സുഖനോ ഭവന്തു. അടുത്തതായി ഈ സംഗീതോത്സവത്തിൻ്റെ ഉദ്ഘാടനത്തിനായി സുപ്രസിദ്ധ സംഗീതജ്ഞൻ ഡോക്ടർ K. ഓമനക്കുട്ടി അവരുടെ ഉദ്ഘാടനത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു.
ഈ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായ പ്രസിഡൻ്റാണ് അദ്ദേഹം അഭേദാനന്ദാശ്രമത്തിൻ്റെ ചൂഴാൻ കൃഷ്ണൻകുട്ടി അവരുടെ എ ചന്ദ്രശേഖർ സെക്രട്ടറി കൾച്ചറൽ വിൻ അഭേദാനന്ദാശ്രമം, ശ്രീ ആയാങ്കുടി മണി സർ, ശ്രീ എസ് ഈശ്വരവർമ്മ സർ, വണ്ടിപ്പെരിയാർ ബേബി, ശ്രീ അഞ്ചൽ കൃഷ്ണയ്യർ, പിന്നെ ഡോക്ടർ കശ്യപ് മഹേഷ്, അവണീശ്വര എസ് ആർ വേണു, ചങ്ങനാശ്ശേരി ബി ഹരികുമാർ, തൃപ്പൂണിത്തറ രാധാകൃഷ്ണൻ, എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ സഭയുടെ അവിഭാജ്യ ഘടകങ്ങളായ വ്യക്തികളെ എല്ലാവർക്കും നമസ്കാരം. ഈ അഭേദാനന്ദാശ്രമം സംഗീത സഭയുടെ 1ാം വാർഷികാഘോഷം നമ്മൾ ആഘോഷിക്കാൻ പോവുകയാണ്. ഇവിടെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള കച്ചേരികളെല്ലാം ഞാൻ ഓർത്തു പോവുകയാണ്. മഹാരഥന്മാർ വളരെയധികം പേർ പാടിയ ഒരു ആശ്രമം തന്നെയാണിത്. ഞാൻ തന്നെ പല പ്രാവശ്യം ഇവിടെ കച്ചേരി നടത്തിയിട്ടുണ്ട്. അപ്പോഴൊക്കെ സ്വാമിജി അഭേദാനന്ദ സ്വാമികൾ സന്നിഹിതനായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കുകളും ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മാവ് ചുറ്റി സഞ്ചരിക്കുന്ന ഈ ആശ്രമത്തിൽ തന്നെ ഒരു സംഗീത സഭ രൂപം കൊണ്ടത് അത് നമ്മുടെയൊക്കെ ഭാഗ്യം എന്ന് തന്നെ പറയാം. ഈ സഭയിൽ വരുമ്പോൾ മറ്റൊരിടത്തും കിട്ടാത്ത ഒരു ഡിവിനിറ്റി ഇവിടെ നമുക്ക് ദർശിക്കുവാൻ കഴിയും. അത് ആ മഹാരഥൻ ഇരുന്ന ഇവിടെ അദ്ദേഹം ഇരുന്നിരുന്നു. അതിൻ്റെ ഫലം തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ഭഗവാന്മാരുടെ അനുഗ്രഹം കൊണ്ട് തന്നെ. പിന്നെ ഈ സഭയുടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത് സംഗീതക്കാരെല്ലാം ചേർന്നുള്ള ഒരു സഭയാണ്. അതിന് യാതൊരു സംശയവുമില്ല. വരുന്നവരും കൂടുതലും സംഗീതക്കാർ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഒത്തൊരുമ നമ്മുടെ സംഗീതക്കാർക്ക് ഉണ്ടാക്കി കൊടുത്ത ഒരു സഭ തന്നെയാണ്. ഇതിൽ പ്രവർത്തിക്കുന്ന ഏതൊരു സഭയാണെങ്കിലും അതിൽ പ്രവർത്തിക്കുന്നവരുടെ എന്താണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കണ്ടുവേണം നമ്മൾ അതിനെ വിലയിരുത്തേണ്ടത്. ഒരു തരത്തിലും ഒരു പാർഷ്യാലിറ്റി ഇല്ലാത്ത ഒരു സഭയാണ് ഈ സഭ എന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുതന്നെ ഒരു ഉത്തമ ഗുണമാണ് ഈ സഭയുടെ. ഇതിൽ മിക്കവാറും അഞ്ചൽ കൃഷ്ണയ്യരും അതുപോലെ തന്നെ നമ്മുടെ ജയദേവനും എന്നെ കണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ എപ്പോഴും സംസാരിക്കാറുണ്ട്. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. പിന്നെ എപ്പോഴും ഒരു സഭയുടെ നല്ല നിലനിൽപ്പ് എന്ന് പറയുന്നത് അതിന് ആ സഭയെ എങ്ങനെ ഉയർത്താം എന്നുള്ള ക്രിയേറ്റീവ് തിങ്കിങ്ങാണ്. ആ ഭാവന ഇതിൻ്റെ സംഘാടകർക്കെല്ലാം ഉണ്ടെന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന 17-ാം തീയതിയുള്ള സംഗീതാരാധന. അതായത് എത്രയോ സ്കൂൾസിന് അവസരം കൊടുത്തിരിക്കുകയാണ്. അതുപോലെയുള്ള പല നല്ല കാര്യങ്ങളും നമ്മൾ നോക്കിക്കാണേണ്ടതായുണ്ട്. അത് പ്രാവർത്തികമാക്കേണ്ടതുമാണ്. തീർച്ചയായിട്ടും ഇതിലുള്ള ആളുകൾക്കെല്ലാം ആ ശേഷി ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. ഈ സഭ നല്ലൊരു സഭയാണ്. അത്രയും എനിക്കിതിനെപ്പറ്റി പറയാനുള്ളൂ. അത് നിങ്ങളെല്ലാവരും ഇതിൽ സഹകരിക്കുന്ന എല്ലാവരും അവരുടെ
അവരവരുടെ അഭിപ്രായങ്ങൾ പറയണം. നല്ല അഭിപ്രായങ്ങൾ അത് ഇതിൻ്റെ ആളുകൾ ചെവിക്കൊണ്ട് നടത്തേണ്ടതുമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ഒരു തിരുവനന്തപുരത്തെ ഒന്നാമത്തെ സഭയായിട്ട് ഇത് വളരും എന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയവുമില്ല. പക്ഷെ അങ്ങനെ പ്രവർത്തിക്കണം. അത് സഭയിൽ വരുന്ന ആളുകളും അവരുടെ അഭിപ്രായങ്ങൾ പറയാം. അത് നല്ലതാണെങ്കിൽ അത് ചെവിക്കൊള്ളണം തീർച്ചയായിട്ടും. പിന്നെ ഇതിൻ്റെ സംഘാടകർ കുറച്ച് പേരുണ്ടല്ലോ, അവർ വളരെ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കണം. ഒരു സമഭാവന ഉണ്ടായിരിക്കണം. അവരെ വിളിക്കണ്ട, ഇവരെ വിളിച്ചാൽ മതി, അങ്ങനെയൊന്നും ഒരിക്കലും ആകരുത്. ആയാൽ അത് പറച്ചിലിന് ഇടയാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇതിലുള്ളവർ നന്നായിട്ട് പ്രവർത്തിക്കുന്നവരാണെന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും അവരെല്ലാം നല്ല സംഗീതജ്ഞരാണ്, സംഗീതവുമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് സാധിക്കും. എങ്ങനെയെല്ലാം ഈ പലരോടും ചോദിക്കാം, സംഗീതക്കാരോട് പലരോടും ചോദിക്കാം എങ്ങനെ ഈ സഭ വളർത്തിയെടുക്കാം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വളർത്തിയെടുത്ത് ഈ സഭ ഒന്നാമത്തെ നിലയിലേക്ക് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ടീച്ചറുടെ നല്ല വാക്കുകൾക്ക് നന്ദി. ഇന്ന് ഇവിടെ സംഗീത സഭ 81ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഉമ്മൻകുട്ടി ടീച്ചറിനെ ആദരിക്കുന്നുണ്ട്. അത് ആദരിക്കാനായിട്ട് ചൂഴാൽ കൃഷ്ണൻ പോറ്റിയെ ക്ഷണിക്കുന്നു. ഒപ്പം അത് ഏറ്റുവാങ്ങാൻ ടീച്ചറെയും ക്ഷണിക്കുന്നു. രാധാദേവിക്ക് അർപ്പിച്ച സാരിയാണ് നമ്മളുടെ ഒരു പ്രസാദം പോലെ ടീച്ചർക്ക് സമ്മാനിക്കുന്നത്. അടുത്തതായി ആശംസാ പ്രസംഗത്തിന് വേണ്ടി ശ്രീ എ ചന്ദ്രശേഖരൻ, സെക്രട്ടറി, കൾച്ചറൽ സൊസൈറ്റി, ക്ഷണിച്ചോളൂ. മുഖ്യാതിഥി ബഹുമാനപ്പെട്ട ഉമ്മൻകുട്ടി ടീച്ചർ, അധ്യക്ഷൻ ചൂഴാൽ കൃഷ്ണൻ പോറ്റി, വേദിയിലെ ഗുരുജനങ്ങളെ, സദസ്സിലെ പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, സംഗീത സ്നേഹികളെ, ഗുരുജനങ്ങളെ, രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഒന്നാം വാർഷികമാണ് സംഗീത സഭയുടേത്. ഈ സംഗീത സഭ ആരംഭിക്കുമ്പോൾ വെറും 600 രൂപയാണ് ഒരു വർഷത്തേക്ക് സഭ ഈടാക്കാൻ തീരുമാനിച്ചത്. സഭയുടെ തന്നെ പല യോഗങ്ങളിലും സഭാ സംഘാടകർ, പ്രധാനമായിട്ടും അഞ്ചൽ കൃഷ്ണകുമാർ, അദ്ദേഹത്തിൻ്റെയൊക്കെ തീരുമാനത്തിൽ അത് പിന്നീട് കഴിഞ്ഞ യോഗത്തിലൊക്കെ വന്നപ്പോൾ പറഞ്ഞത് അതൊരു വളരെ ചെറിയൊരു തുകയാണ്, അപ്പോൾ അതുകൊണ്ട് അത് വർദ്ധിപ്പിക്കാം, ഇരട്ടിയായിട്ടെങ്കിലും വർദ്ധിപ്പിക്കാം എന്നൊരു നിർദ്ദേശം വന്നു. അങ്ങനെ അത് വർദ്ധിപ്പിച്ചു. അപ്പോഴും അംഗത്വത്തിന് വേണ്ടിയിട്ട് ഒരു വഴിപാട് പോലെ തന്നെ അതിനെ കരുതി, സംഗീത വഴിപാട് പോലെ തന്നെ അതിനെ കരുതി അത്തരത്തിൽ അംഗത്വം സ്വീകരിക്കാൻ ഒരുപാട് പേർ മുന്നോട്ട് വന്നു. സ്വാമിജിയുടെ ഒരു സ്വപ്നം അത് മറ്റൊരു തരത്തിൽ സംഗീത പ്രേമികൾ കൂടി ടീച്ചർ പറഞ്ഞതുപോലെ ഏറ്റെടുത്ത് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതിൻ്റെ തെറ്റുകുറ്റങ്ങൾ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കി അത് തിരുത്തുകയും കഴിഞ്ഞ ഉദ്ഘാടനം പോലും നമ്മൾ അപ്പുറത്ത് ഭജന മണ്ഡപത്തിൽ വെച്ചിട്ടായിരുന്നു. അന്ന് ഈ ഹോൾ ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നില്ല, അക്വസ്റ്റിക്സ് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ എക്കോ കൂടുതലായിരുന്നു. അപ്പോൾ അത് കുറയ്ക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് വീണ്ടും ഈ പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും അത് കുറച്ചുകൂടി ടീച്ചർ ഇപ്പോൾ പറഞ്ഞ അതേ രീതിയിലേക്ക് ഈ പ്രസ്ഥാനത്തെ കൊണ്ടുവരണം എന്നുള്ളതാണ് ആശ്രമത്തിൻ്റെയും സംഗീത സഭയുടെയും ആഗ്രഹം. തീർച്ചയായിട്ടും അതിന് ഞങ്ങൾക്ക് എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ അഹോരാത്രം പ്രവർത്തിക്കുന്ന ഒരു വലിയ സംഘം ആൾക്കാരുണ്ട്. സംഗീതത്തെ അത്രയേറെ സ്നേഹിക്കുന്ന, ആശ്രമത്തെ അത്രയേറെ ബഹുമാനിക്കുന്ന ഒരു വലിയൊരു സംഘത്തിൻ്റെ പ്രവൃത്തിയുണ്ട്. അവരെ എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കി ഗുരുദേവൻ്റെ നാമത്തിൽ ഇനിയും സംഗീത സഭയ്ക്ക് ഉത്തരോത്തരം അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. അടുത്തതായി ശ്രീ ആയാണ്ടി
സ്വാമി സാറിനെ 2 വാക്ക് സംസാരിക്കാൻ ക്ഷണിച്ചു. തിരുവനന്തപുരത്തെ കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മയിൽ 1 വർഷം മുമ്പ് തുടങ്ങി വെച്ച ഈ അഭേദാനന്ദ സംഗീത സഭ ഈ മാസം അതിൻ്റെ വാർഷികം ആഘോഷിക്കുകയാണ്. ഇന്ന് നടക്കുന്ന ആ ആഘോഷത്തിൽ നമ്മൾ മുഖ്യ അതിഥിയായി ഇവിടെ ക്ഷണിച്ചു വരുത്തിയ ഓമൻകുട്ടി ടീച്ചർ, കൃഷ്ണൻ തിരുമേനി, പിന്നെ വേദിയിലിരിക്കുന്ന കലാകാരന്മാരെ, മഹത് വ്യക്തികൾ, സദസ്സിലിരിക്കുന്ന സംഗീതാസ്വാദികരെ, മഹത് വ്യക്തികളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ തിരുവനന്തപുരത്തെ യുവകലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി, അതായത് അപ്കമിങ് ആർട്ടിസ്റ്റുകളാണ് കൃഷ്ണയുടെ ഒരഭിപ്രായം പറയുകയും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ജയദേവനും ഇവർ 2 പേരും ഇങ്ങനെ ഒരു ആശയം ഉണ്ടാക്കുകയും എല്ലാവരും അതിൽ പങ്കുചേരുകയും ആ പ്രവർത്തനത്തിൽ ആത്മാർത്ഥമായ സഹകരണം കൊടുത്തുകൊണ്ട് മാസം തോറും നല്ല കച്ചേരികൾ ഇവിടെ നടന്നു വരികയും ചെയ്യുകയാണ്. ഈ സഭയുടെ പ്രവർത്തനം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനായി അപ്കമിങ് അല്ലാതെ വലിയ വലിയ ആർട്ടിസ്റ്റുകളെ ഇവിടെ ക്ഷണിച്ചു വരുത്തി അവരെ വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്ത് നല്ല പ്രോഗ്രാം ഇവിടെ നടത്തുന്നതിന് വേണ്ട സാഹചര്യം ഉണ്ടാകുവാൻ എല്ലാവരുടെയും നിർലോഭമായ സഹകരണം ഉണ്ടാകുവാൻ സ്വാമികളുടെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. വരും മാസങ്ങളിലും ധാരാളം കച്ചേരികൾ നല്ല രീതിയിൽ ഇവിടെ നടക്കുവാൻ വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാകുവാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട്, ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. അടുത്തതായി ശ്രീ എസ് ഈശ്വരവർമ്മ സാറിനെ ആശ്വാസ പ്രസംഗത്തിന് ക്ഷണിച്ചു കൊടുക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സൂഴാൻ കൃഷ്ണൻ ഭറ്റ് സാർ, ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഓമനക്കുട്ടി ടീച്ചർ, സംഗീത സഭാ സെക്രട്ടറി, പ്രസിഡന്റ്, അതുപോലെ ഭാരവാഹികൾ, വേദിയിലിരിക്കുന്ന സുഹൃത്തുക്കൾ, സദസ്സിലിരിക്കുന്ന ഗുരുനാഥന്മാർ, സംഗീതാസ്വാദകരെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. കഴിഞ്ഞ 1 വർഷമായി ഈ യുവകലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ സംഗീതം തുടങ്ങിയത്, അതിൻ്റെ പ്രവർത്തനം വളരെ നല്ല വിധത്തിൽ മുമ്പോട്ട് പോകുന്നതെന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയായിട്ട് ഞാൻ കാണുന്നത്, ടീച്ചർ നേരത്തെ പറഞ്ഞതുപോലെ അഭേദാനന്ദ സ്വാമിജി ഇവിടെ നേരിട്ട് വന്ന് ഒരു അനുഗ്രഹം തന്നതുപോലെയാണ്. കാരണം അദ്ദേഹം ഇവിടെ ഇതുള്ള സമയത്ത് ഒരുപാട് സംഗീത സദസ്സ് നടന്നിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ ഫ്രണ്ടിൽ കസേരയിൽ അത് കേൾക്കാൻ ഇരിക്കുകയും കലാകാരന്മാരെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് നേരിട്ട് കാണാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. ഞാനിവിടെ കോളേജിൽ പഠിക്കുന്ന കാലം മുതലേ, അതുപോലെ സംഗീത വിദ്യാർത്ഥികൾ ഒരുപാട് പേര് ഇവിടെ താമസിച്ച് പഠിച്ചിരുന്നു. അതിലൊന്നാണ് നേരത്തെ പറഞ്ഞ കൂത്താട്ടുകുളം വിഷ്ണു. ഇവിടെ താമസിച്ച് കോളേജിൽ സംഗീതം പഠിക്കുക, അത് കഴിഞ്ഞാൽ ഇവിടുത്തെ ആശ്രമത്തിലെ അന്തേവാസികളെ പോലെ. അപ്പോൾ അങ്ങനെ ഒരുപാട് സംഗീതത്തിന് പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം ആണ്, ഒരു കലാസ്ഥാപനമാണ് എന്ന് വേണം പറയാൻ.
അതിന് പ്രധാന കാരണമായിട്ട് ഞാൻ കാണുന്നതിന് മുകളിൽ 24 മണിക്കൂറും ഹരേരാമ മന്ത്രം ജപിക്കുന്ന ഒരു വിളക്കും അതിനുള്ള ഒരു പ്രദർശന വലയമുണ്ട്. അതിൻ്റെ ഒരു ശക്തി 24 മണിക്കൂറും അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ശക്തിയും പിന്നെ ഒരു ക്ഷേത്ര ഒരു അന്തരീക്ഷം, ഇതാണ് ഈ സംഗീതത്തിന് ഇത്രയും പ്രാധാന്യം. സംഗീതത്തിന് പ്രാധാന്യം പറയുമ്പോൾ സ്വാമിജിയോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ജപകോടി ഗുണം ധ്യാനം, ധ്യാനകോടി ഗുണം ലയം, ലയകോടി ഗുണം ഗാനം, ഗാന പലതരം നഗീന, സ്വാമിജിയൊക്കെ ഇവിടെ പറഞ്ഞ് ധാരാളം കേട്ടിട്ടുണ്ട്. അങ്ങനെ സംഗീതത്തിന് വേണ്ടി ഒരുപാട് അവസരങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു ക്ഷേത്ര സന്നിധിയാണ് ഈ സന്നിധി. അതുകൊണ്ട് തന്നെ ഈ സന്നിധി നടക്കുന്ന എല്ലാ പ്രോഗ്രാംസും വളരെ നന്നാവുമെന്നുള്ളൊരു സംശയമില്ല. കഴിഞ്ഞ ഒരു വർഷക്കാലം ഇത് വളരെ ഗംഭീരമായി നടത്തിക്കൊണ്ടുപോയത് ഞാൻ പറഞ്ഞിട്ട് സ്വാമിജി ഉള്ളപ്പം പോലെ നടന്നുകൊടുത്ത സംഗീത ആരാധന ഇടയ്ക്ക് കുറച്ച് ബ്രേക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം മാവേലിക്കര രാജസാറിൻ്റെ കെയറോഫിൽ വളരെ നല്ല വിധത്തിൽ സംഗീതോത്സവം നടത്തുകയുണ്ടായി. അതിനുശേഷം ഇപ്പോൾ അഞ്ചൽ കൃഷ്ണയെ അത് ഏറ്റെടുത്ത് വളരെ നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നു എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതിന് അവരെല്ലാം അങ്ങേയറ്റം ബഹുമാനിക്കുകയാണ്, ആദരിക്കുകയാണ്. ഒപ്പം അടുത്ത ഒരു വർഷത്തേക്കൂടെ ഈ പരിപാടി വളരെ നന്നായിട്ട് കൊണ്ടുപോകണം. അതിനുള്ള ഒരു തുടക്കമാണ് ഇന്നത്തെ കച്ചേരി. ഇന്നത്തെ കച്ചേരി എന്ന് പറയുമ്പോൾ വോക്കൽ നമ്മുടെ കശ്യപ് മഹേഷാണ്, വയലിൻ ആവേശം ബിനു, മൃദംഗം ചങ്ങനാശ്ശേരി, ഇപ്പോൾ രാധാകൃഷ്ണൻ. ഇവരെല്ലാവരും തന്നെ കേരളത്തിന് മാത്രമല്ല ഭാരതത്തിന് തന്നെ അഭിമാനമായ പേരും പ്രശസ്തി നമുക്ക് വാങ്ങി തന്നുകൊണ്ടിരിക്കുന്ന സൂപ്പർ താരങ്ങളാണെന്ന് വേണം പറയുന്നത്. അങ്ങനെ അണിനിരക്കുന്ന അവരുടെ ഒരു സംഗീത സദസ്സാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കച്ചേരി അടുത്ത വർഷത്തെ എല്ലാ പരിപാടികൾക്കും വളരെ മംഗളകരമായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കശ്യപ് ഗണപതിയെ തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുന്നതാണ് പിള്ളേരെ പാത്രത്തിന് വേണ്ടി. നിങ്ങൾ പാടി തുടങ്ങുന്നത് പിള്ളേർ ഇങ്ങനെ വന്നിടുക. അങ്ങനെ ഭക്തി സംഗീതമാണ് ശ്രീ കശ്യപിൻ്റെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനൊരു സംഗീത സഭയ്ക്ക് വേണ്ട എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി തൃപ്പൂണിത്തുറ രാധാകൃഷ്ണൻ സാറിനെ ആശംസാ പ്രസംഗത്തിന് ക്ഷണിച്ചോളൂ. വേദിയിലിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ അഭേദാനന്ദ ആശ്രമത്തിൽ ഇന്നിവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരുപാട് ഓർമ്മകളാണ്. ഒരുപാട് കച്ചേരികൾ ഇവിടെ വായിച്ചും ഇവിടെ വന്ന് സ്വാമിജി ചേച്ചി പറഞ്ഞ പോലെ സ്വാമിജി മുമ്പിൽ വന്നിരുന്ന ആ സന്ദർഭങ്ങളെല്ലാം മനസ്സിൽ കൂടെ ഓടുകയാണ്. അത് വീണ്ടും ഇപ്പോൾ രാജചേട്ടൻ ഒരു സമയത്തിന് ശേഷം വന്ന് ഏറ്റെടുത്ത് നടത്തി. ഇപ്പോൾ ജയദേവനും കൃഷ്ണയ്യരുമെല്ലാം എൻ്റെ ചുക്കാൻ പിടിച്ച് മുമ്പിൽ നിൽക്കുമ്പോൾ ഈ സഭ അല്ലെങ്കിൽ ഈ ആശ്രമം എത്രത്തോളം കാലം ഉണ്ടാവുന്നോ അത്രത്തോളം ഈശ്വരവർമ്മ സാർ ഒരു വർഷം ഞാൻ പറഞ്ഞ് ഈ ആശ്രമം ഉള്ളിടത്തോളം കാലം, തിരുവനന്തപുരത്ത് സംഗീതക്കാരുള്ളിടത്തോളം കാലം ആജീവനാന്തം ഈ സംഗീത സദസ്സുകൾ ഇവിടെ നിലനിന്ന് പോകട്ടെ എന്ന് പത്മനാഭ സ്വാമികളും ഗണപതികളും എല്ലാവരും സ്വാമിജിയുടെ അനുഗ്രഹം ഈ ഹാളിലുണ്ട്. അതുകൊണ്ട് അത് സാധിക്കട്ടെ എല്ലാം ഭഗവാനുകൊണ്ട് എൻ്റെ സന്തോഷം ഈ സന്ദർഭത്തിൽ ഞാനും അറിയിച്ചു കൊള്ളുന്നു. നമസ്കാരം. അടുത്തതായി കൃതജ്ഞത പുസ്തകത്തിന് വേണ്ടി വണ്ടിപ്പെരിയാറിനും ബേബിയെ ക്ഷണിച്ചോളൂ. അഭേദശർമ്മം പരമഭണ്ഡാരക കൾച്ചറൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ കീഴിൽ കഴിഞ്ഞ ഒരു വർഷമായി പ്രവർത്തിച്ചു വരുന്ന സംഗീത സഭ പരിപാടിയുടെ 1ാം വാർഷികത്തിൽ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ സഭ രൂപീകൃതമായത് മുതൽ ഈ ഒരു വർഷക്കാലം ഇടതടവില്ലാതെ വളരെ കൃത്യമായി പ്രവർത്തിച്ചു വരുന്നതിൽ വലിയ സന്തോഷമുണ്ട്. എൻ്റെ 1ാം വാർഷികം ഇത്രയും നല്ല വിപുലമായി നടത്തുവാൻ
സഭയ്ക്ക് സാധിച്ചതും ഒരു വലിയ അനുഗ്രഹമാണ്. ഇന്ന് ഈ 1-ാം വാർഷികത്തിൽ നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷനായി ഇവിടെ എത്തിയിട്ടുള്ള ഈ അഭേദാശ്രമ സംഗീത സഭയുടെയും അഭേദാശ്രമത്തിൻ്റെയും പ്രസിഡന്റ് കൂടിയായ ചൂടാൽ കൃഷ്ണൻ പൊറ്റി അദ്ദേഹമാണ്. അദ്ദേഹത്തിന് ഈ 1-ാം വാർഷികത്തിൽ വന്ന് കാണുവാനും പരിചയപ്പെടുവാനും അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കുവാനും ഇടയായതിലൊക്കെ വലിയ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന് ഈ സഭയുടെ പേരിലും എൻ്റെ പേരിലും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളും. അടുത്തായിട്ട് ഈ സംഗീത സഭയുടെ 1-ാം വാർഷികം എൻ്റെ പ്രവർത്തനം മികവുറ്റതാണെന്നുള്ള രീതിയിൽ സംസാരിച്ച് ഉദ്ഘാടനം നടത്തിയ കേരളത്തിൻ്റെ സംഗീത ഗുരുവാണ് ശ്രീമതി ഓമനക്കുട്ടി ടീച്ചർ അവർ. ടീച്ചറിൻ്റെ സാന്നിധ്യം എന്തുകൊണ്ടും നമുക്കൊരു മുതൽക്കൂട്ടാണ്. ടീച്ചറിൻ്റെ ഒത്തിരി കൾച്ചറൽ പ്രോഗ്രാംസ് നടത്തി പരിചയമുള്ള ഒരാളെന്ന നിലക്കും ഒത്തിരി സഭകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലക്കും കേരളത്തിലെ സ്വാതി തിരുനാളിനെ കൂടാതെ അറിയപ്പെടാതിരുന്ന അല്ലെങ്കിൽ അധികം അറിയപ്പെടാതിരുന്ന വാഗ്ഗേയകാരന്മാരുടെ രചനകളെല്ലാം കോർത്തിണക്കി വേദിയിൽ അവതരിപ്പിക്കാൻ മുൻകൈ എടുത്തത് ടീച്ചറാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിലൂടെ അനേകം കലാകാരന്മാർക്ക് വേദികൾ കിട്ടി എന്നുള്ളതും ഒരു പരമ സത്യമാണ്. അപ്പോൾ എന്തുകൊണ്ടും ഗുരുക്കന്മാരുടെ ഗുരുവായ ടീച്ചറിന് ഇന്നിവിടെ എത്തുവാനും ഈ സംഗീത സഭയുടെ 1-ാം വാർഷികം ഉദ്ഘാടനം ചെയ്യുവാനും കഴിഞ്ഞതിൽ സഭയ്ക്കുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നതോടൊപ്പം എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള കൃതജ്ഞതയും ഞാൻ രേഖപ്പെടുത്തുകയാണ്. അടുത്തതായിട്ട് സ്വാഗത പ്രസംഗം നടത്തിയ ശ്രീമാൻ അഞ്ചൽ കൃഷ്ണയ്യരാണ്. ഈ സഭയുടെ പ്രോഗ്രാംസ് കൃത്യമായി വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്ത് ആ സഭ എങ്ങനെ നടത്തണം എന്നുള്ളതിനെ ഒരു മുൻവിധിയോടെ കൃത്യമായി മനസ്സിലാക്കി എല്ലാ ആർട്ടിസ്റ്റുകളെയും നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാവർക്കും പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് ആ കച്ചേരി ഇവിടെ ഓൺ ദി സ്റ്റേജിൽ എത്തിക്കുന്നതിന് അഹോരാത്രം കൃഷ്ണയ്യർ പണിപ്പെട്ടിട്ടുണ്ട്. കൃഷ്ണയ്യരും ഒരു വലിയ കലാകാരനാണെന്നറിയാം. അദ്ദേഹത്തിൻ്റെ സമയപരിധിക്കുള്ളിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം കൃത്യമായിട്ട് ചെയ്തു. അതുപോലെ തന്നെയാണ് നമ്മുടെ ചേർത്തല ജയദേവൻ്റെ ഞങ്ങളൊക്കെ ഉൾപ്പെടുന്ന കമ്മിറ്റിയും ജയദേവനും കൃഷ്ണയ്യരുമാണ് അതിൻ്റെ ആണിക്കല്ലെന്ന് തന്നെ പറയാം. ഇവർ രണ്ടുപേരുടെയും ഒരു നേതൃത്വം ഈ സഭയ്ക്കൊരു വലിയ താങ്ങാണ്. ഔപചാരികമായിട്ടാണെങ്കിലും കൃഷ്ണയ്യർക്ക് ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അടുത്തായിട്ട് ആയാങ്കുടി മണിസാറാണ്. ഞാൻ വളരെയധികം ബഹുമാനത്തോടെ നോക്കിക്കാണുന്ന ഒരു വലിയ സംഗീതജ്ഞനാണ്. സാമ്പ്രദായിക സംഗീതത്തിൻ്റെ വക്താവ് എന്ന നിലക്കും അതുമാത്രമല്ല എല്ലാ ആർട്ടിസ്റ്റുകളുമായിട്ടും നല്ല രീതിയിൽ സംഗീതപരമായിട്ടുള്ള അടുപ്പങ്ങളിൽ നമ്മൾ കോർത്തിണക്കുന്ന ഒരു പെരുമാറ്റമാണ് സാറിനുള്ളത്. അദ്ദേഹത്തിൻ്റെ സംഗീതം എനിക്ക് വളരെ ബഹുമാനമാണ്. എല്ലാവർക്കും ഇങ്ങനെയാണെന്ന് എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളിവിടെ ഈ പ്രോഗ്രാംസ് നടത്തുമ്പോൾ ഇവിടെ മന്ത്ലി പ്രോഗ്രാം അത് ഗുരുവിൻ്റെ വിശാഖം തിരുനെല്ലിലാണ് കച്ചേരി എല്ലാ മാസവും അരങ്ങേറുന്നത്. കൃത്യമായിട്ട് സാറിൻ്റെ സാന്നിധ്യം ഉണ്ടാവും. സാർ ഒരാൾ വന്നിരുന്നാൽ പോലും ഒരു 100-150 പേര് ഇരിക്കുന്നതിൻ്റെ ഒരു പ്രതീതിയാണ്. കാര്യം അദ്ദേഹത്തിൻ്റെ ആ കഴിവ് മനസ്സിലാക്കുമ്പോൾ അങ്ങനെ തോന്നിപ്പോവുകയാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. സാറ് ഇന്ന് ഇവിടെ ആശംസ നടത്തി പ്രസംഗിച്ചു. സാറിന് എൻ്റെ പേരിലും ഈ സഭയുടെ പേരിലും നന്ദി കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു. ഈശ്വരവർമ്മ സാറാണ് അടുത്തത്. ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് സാർ അവിടുത്തെ അധ്യാപകനാണ്.
തദ്വാര അദ്ദേഹവും എൻ്റെ ഗുരുവാണ്. സാറിൻ്റെയും സാന്നിധ്യം ഈ സഭയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സാറിൻ്റെ ക്രിയാത്മകമായ പിന്നെ സംഗീതപരമായിട്ടുള്ള എല്ലാ തിരുത്തലുകളും എങ്ങനെ സഭ നടത്തിക്കൊണ്ട് പോകണം ഏതാന്നുള്ള ഒരു മാർഗനിർദ്ദേശം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. സാറ് ആശംസ അർപ്പിക്കാൻ ഇവിടെ എത്തിയതിൽ ഈ സഭയ്ക്കും എൻ്റെ വ്യക്തിപരമായ പേരിലും സഭയുടെ പേരിലും ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. സംസാരിച്ച നമ്മുടെ ഇന്നിപ്പം ദക്ഷിണേന്ത്യയിലും നല്ല ഭാരതത്തിൽ നിന്നല്ല, ഇന്ന് നമുക്ക് ഈ 1-ാം വാർഷികത്തിൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ വന്നിട്ടുള്ള ആ പ്രോഗ്രാം പിന്നെ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഇന്നാര് വേണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു പകുതി കച്ചേരി കേട്ടതിൻ്റെ ഒരു സന്തോഷമായിരുന്നു. ദക്ഷിണേന്ത്യയിൽ നിന്നല്ല, ഭാരതത്തിൽ നിന്നല്ല, എല്ലാവരിലും പ്രഗത്ഭരായിട്ടുള്ള ഇന്ന് നമ്മുടെ കലാ ലോകത്തുള്ള എല്ലാ പ്രഗത്ഭന്മാരായിട്ടുള്ള കലാകാരന്മാരെയാണ് നമ്മുടെ 1-ാം വാർഷികത്തിൽ ഇന്നിവിടെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഇവിടെ എത്തിയിട്ടുള്ള ഡോക്ടർ കശ്യപ് മഹേഷ്, നമ്മുടെ ചങ്ങനാശ്ശേരി ബി ഹരികുമാർ ചേട്ടൻ, വിനു SR അദ്ദേഹത്തിനും തൃപ്പൂണിത്തറ രാധാകൃഷ്ണൻ അവர்களுക്കും എൻ്റെ നന്ദി കടപ്പാട് അറിയിക്കുകയാണ്. ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ വലിയ കലാകാരന്മാർക്കും സംഗീത പ്രേമികൾക്കും അഭ്യുതകാംക്ഷികൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഇന്നും നാളെയും മറ്റന്നാളും അതിൻ്റെ അടുത്ത ദിവസവും, അതായത് 19-ാം തീയതി വരെ നടക്കുന്ന എല്ലാ പ്രോഗ്രാമിലും എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും ഉണ്ടാകണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. യോഗ നടപടികൾ അവസാനിച്ചിരിക്കുകയാണ്. ഉടനെ തന്നെ സംഗീത കച്ചേരി ആരംഭിക്കുന്നതാണ്.